This call is now being recorded. ഓക്കെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും കേൾക്കാലോ? ഹലോ. സാർ കേൾക്കാം. ഓക്കെ ഓക്കെ, ബാക്കിയുള്ളവരോട് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടായതല്ലേ. അതിൽ ഡിഫറെൻ്റ് ആർട്ടിക്കിൾസ് അല്ലേ, ഡിഫറെൻ്റ് ആർട്ടിക്കിൾസ്. അപ്പോൾ ഈ പറയുന്ന ഓരോ ഡെഫിനേഷൻസും ഓരോ ആർട്ടിക്കിളായിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. പിന്നെ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് നോക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളൊരു പർട്ടിക്കുലർ ടോപ്പിക്കാണ്. അപ്പോൾ അതിനു മുമ്പിൽ ജസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ് അല്ലേ. എന്താണ് ആർട്ടിക്കിൾ 12 ഡിഫൈൻസ് ദ ടേം സ്റ്റേറ്റ് ആസ് used in different articles of part 3 of the constitution. It says that unless the context otherwise requires the term state includes the following. So state എന്ന് പറയുന്നത് രാജ്യം എന്ന രീതിയിൽ ആ ഒരു രാജ്യം അതിൻ്റെ ടെറിട്ടറി എന്ന രീതിയിൽ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലതാണ്. വൺ ഈസ് ദ ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ. ദെൻ government and the Parliament of India, that is executive and the legislature of the union. Then the government and legislature of each state, ഓരോ സ്റ്റേറ്റിൻ്റെയും ഗവൺമെൻറ് ലെജിസ്ലേറ്ററും അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റർ ഇൻക്ലൂഡ് ചെയ്യും. ദെൻ ഓൾ ലോക്കൽ ആൻഡ് അതർ അതോറിറ്റീസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. എല്ലാ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്തു അല്ലേ. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് കൺട്രോളിലുള്ള ബാക്കിയുള്ള ലോക്കൽ ബോഡീസും അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തു. അതിൻ്റെ എക്സാമ്പിളായിട്ടാണ് ഈ PSCൻ്റെ കാര്യവും അല്ലെങ്കിൽ ഈ ഒരു ONGCൻ്റെ കാര്യമൊക്കെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്. സോ സ്റ്റേറ്റിൽ ഈ പറയുന്ന എല്ലാം ഇൻക്ലൂഡ് ചെയ്തതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നോക്കിയല്ലേ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളത്. It is defined from Article 12 to 35. So there are total 7 fundamental. There were 7 fundamental rights originally, but അതിൽ നിന്ന് ഒന്ന് അല്ലേ, one fundamental right, that is right to property, was deleted from the list of the fundamental rights by the 44th Amendment Act. 1978-ലെ 44th Amendment Act പ്രകാരം the fundamental right to property delete ചെയ്തു. So now there are 6 fundamental rights. So first one is right to equality, right to freedom, right against exploitation, right to freedom of religion, cultural and educational rights, then right of constitutional remedies. അപ്പോൾ ഇത്രയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഈച്ച് വൺ ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 35 വരെ എല്ലാ റൈറ്റ്സും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ ആർട്ടിക്കിൾ 14 to 18 ആണ് ഫസ്റ്റ് റൈറ്റ് ടു ഇക്വാലിറ്റി പറയുന്നത്. ഓക്കെ, സോ ആർട്ടിക്കിൾ 14 to 15 ഡിസ്ക്രൈബ്സ് ദ റൈറ്റ് ടു ഇക്വാലിറ്റി. സോ അതിൽ നിന്നെല്ലാം വരുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ. ഇൻ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ നോക്കിയാണ് ഇക്വാലിറ്റി ബിഫോർ ലോ, ദെൻ സോഷ്യൽ ഇക്വാലിറ്റി ആൻഡ് ഈക്വൽ ആക്സസ് ടു പബ്ലിക് ഏരിയാസ്, ദെൻ ഇക്വാലിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്നത്. ദെൻ കംസ് എ റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം ഇസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ആർട്ടിക്കിൾ 19 to 22. ഇപ്പോൾ 1 by 1 ആയിട്ട് ആർട്ടിക്കിൾ നോക്കി. ഇതിൽ ആർട്ടിക്കിൾ 19 തന്നെ 6 ഫ്രീഡംസ് പറയുന്നുണ്ടല്ലേ. സോ ഈച്ച് ഓഫ് ദീസ് റൈറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഈച്ച് ഓഫ് ദീസ് റൈറ്റ്സ് ക്യാൻ ബി ആസ്ക്ഡ് ആസ് എ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് ഓരോന്നും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ വരുന്ന ആർട്ടിക്കിൾ 19 തന്നെ 6 ഫ്രീഡംസ് വരുന്നുണ്ട്. ആർട്ടിക്കിൾ 19 ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് വൺ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. Then freedom to assemble peacefully without arms. So in every of these freedoms, what is given to the citizens, the government, the state can impose reasonable restrictions കേട്ടോ. അപ്പോൾ എല്ലാത്തിലും റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാനുള്ള പവർ സ്റ്റേറ്റിനുണ്ട്. So in order to protect the interest of public and in order to protect the interest of the public order and sovereignty and the security of the state. ദെൻ അതിൽ തന്നെ വരുന്നതാണ് ഈ 6 ഫ്രീഡത്തിൽ വരുന്നതാണ് ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ് ഓർ യൂണിയൻസ്, ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ഇന്ത്യ ത്രൂ റീസണബിൾ റെസ്ട്രിക്ഷൻസ്,
freedom to reside and settle in any part of India which is also subjected to reasonable restrictions. Then freedom to practice any profession or to carry on any occupation, trade or business on which the state may impose reasonable. അപ്പോൾ നമുക്ക് എന്ത് ബിസിനസ് ചെയ്യാനായാലും എന്ത് ട്രേഡ് ചെയ്യാനായാലും അതിനു വേണ്ടിയുള്ള ഫ്രീഡംസ്. ഇപ്പോൾ ഈ all these six freedoms, for all these six freedoms, the state can impose reasonable restrictions. So that is an important point. അപ്പോൾ ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ ഫ്രീഡത്തിൽ ഇതാ ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ അല്ലെങ്കിൽ ഫ്രീഡം ടു ക്യാരി എനി ഒക്യുപ്പേഷൻ ഓർ ട്രേഡ് ഓർ ബിസിനസ്, അതിലെന്താണ് ദർ ഇസ് നോ റൈറ്റ് ടു ക്യാരി ഓൺ എ ബിസിനസ് വിച്ച് ഈസ് ഡേഞ്ചറസ് ഓർ ഇമ്മോറൽ. ഇപ്പോൾ ഇതുപോലത്തെ ഇമ്മോറൽ ബിസിനസ് ക്യാരി ചെയ്യാനുള്ള റൈറ്റ് അല്ല അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. Then Article 20. Article 20 എന്താണ്? No one can be awarded punishment which is more than what our law prescribes. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. കാരണം നിയമം പറയുന്ന അതിനേക്കാൾ കൂടുതലുള്ള ഒരു ശിക്ഷയും ഈ സ്റ്റേറ്റിന് ഒരു സിറ്റിസന്റെ മുകളിൽ ചുമത്താൻ വേണ്ടി പറ്റില്ല. ഓക്കെ. ദെൻ റൈറ്റ് ടു ഫ്രീഡത്തിൽ ആർട്ടിക്കിൾ 21, നോൺ സിറ്റിസൺ ക്യാൻ ബി ഡിനൈഡ് ഹിസ് ലൈഫ് ആൻഡ് ലിബർട്ടി അക്സെപ്റ്റ് ബൈ ലോ. ഓക്കെ. ഇപ്പോൾ എല്ലാം എന്താണ് എവറിത്തിങ് ഇൻ ദിസ് ദാറ്റ് മീൻസ് ഒരു ഒരാൾ പേഴ്സൺസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഇറ്റ് ക്യാൻ ഓൺലി ബി ഡിസ്പ്യൂട്ടഡ് ഇഫ് ദാറ്റ് പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് എ ക്രൈം. അപ്പോൾ ഏതൊരു സിറ്റിസണിനും ഈ പറയുന്ന എല്ലാ റൈറ്റ്സും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിയമപരമായിട്ട് ഈ ഹാസ് ഡൺ സർട്ടൻ ക്രൈം ഓർ കമ്മിറ്റഡ് എ ക്രൈം, ആ കേസിൽ മാത്രമാണ് ഈ റൈറ്റ്സ് അയാളിൽ നിന്ന് അപഹരിക്കപ്പെടുന്നത്. ഓക്കെ. അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള ലിബർട്ടി നഷ്ടമാകുന്നത്. ഓൾസോ ദ റൈറ്റ് ടു ലൈഫ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ റൈറ്റ് ടു ഡൈ. ഓക്കെ. അതുകൊണ്ട് തന്നെ എന്താണ് ഈ അറ്റംപ്റ്റ് ടു സൂയിസൈഡ് അല്ലെങ്കിൽ സൂയിസൈഡ് എല്ലാം ഇന്ത്യയിൽ ഒരു ഒഫൻസ് ആണ്. ഓക്കെ. അപ്പോൾ റൈറ്റ് ടു പ്രൈമറി എഡ്യൂക്കേഷൻ, ഇതൊക്കെ അതായത് 6 വയസ്സ് തൊട്ടിട്ട് 14 വയസ്സുള്ള കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് എ റൈറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ. അപ്പോൾ കമ്പൽസറി ഫ്രീ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യണം ഫോർ ദ ചിൽഡ്രൻ ഫ്രം ഏജ് 6 to ഏജ് 14. ദെൻ ആർട്ടിക്കിൾ 22 അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. സോ എ പേഴ്സൺ കനോട്ട് ബി അറസ്റ്റഡ് വിത്തൗട്ട് ബീങ് ടോൾഡ് ദ ഗ്രൗണ്ട്സ് ഓഫ് ഹിസ് അറസ്റ്റ്. ഓക്കെ. അതുപോലെ തന്നെ 24 hours അയാൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞു. ദെൻ ഈസ് ഹാവിങ് ദ റൈറ്റ് ടു ഡിഫെൻഡ് ഹിംസെൽഫ് ബൈ അറേഞ്ചിങ് എ ലോയർ. So that's all coming in Article 22. Then right against exploitation, 23 and 24 of Article in Part 3 of Indian Constitution describe the right against exploitation. അപ്പോൾ അതിൽ വരുന്നതാണ് abolition of trafficking in human beings and forced labor, abolition of employment of children below age of 14 years in dangerous jobs like factories, mines, etc. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 23 and 24 അതിൽ പറയുന്നത്, ഇതിൻ്റെയൊക്കെ അബോളിഷൻസ്. ദെൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ് ആർട്ടിക്കിൾ 25 തൊട്ടിട്ട് ആർട്ടിക്കിൾ 28 വരെ അല്ലേ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഹാസ് ബീൻ കവർഡ് ഇൻ ആർട്ടിക്കിൾ 25 to 28. ദിസ് റൈറ്റ് പ്രൊവൈഡ്സ് റിലീജിയസ് ഫ്രീഡം ടു ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. അപ്പോൾ എല്ലാ സിറ്റിസൺസിനും അവരുടേതായ റിലീജിയൻ അത് വർഷിപ്പ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ അതിലൂടെ എന്താണ് ഒരു സെക്യുലറിസമാണ് ഉദ്ദേശിക്കുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് റൈറ്റ് ഈസ് ടു മെയിൻറ്റെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് സെക്യുലറിസം ഇൻ ഇന്ത്യ. ഓക്കെ. അപ്പം അക്കോർഡിംഗ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ all the religions in India are equal before the law and no religion shall be given preference over the other. So ഒരു റിലീജിയനും മറ്റൊന്നിനും മുകളിൽ പ്രിഫറൻസ് കൊടുക്കുന്നില്ല. എവറി റിലീജിയൻ is treated as equal in according to our constitution. Then right to freedom of religion തന്നെ every citizens have can worship their own religions. They have given the freedom to propagate any religion of their choice. Okay. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. Then cultural and educational rights, it is described in Article 29 and 30. So these articles they are used to protect our cultural and educational rights. Okay. അപ്പോൾ കമ്മ്യൂണിറ്റി വൈസ് ലാംഗ്വേജുകൾ ഒക്കെ അക്സെപ്റ്റഡ് ആണ്. ആൻഡ് they can have their own language and script of and they have the right to conserve and develop those languages and scripts. അപ്പോൾ ഇതിനുള്ള അവകാശമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. again no one can discriminate for admission in state or state aided institution. അപ്പോൾ
ഈ കൾച്ചറൽ ബേസിസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബേസിസിലോ നമ്മളെ എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവകാശം ആയിരിക്കില്ല. ഓക്കെ, ഇപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണമെങ്കിലും ആർക്കും പഠിക്കാം എന്നുള്ള കണ്ടീഷൻസ് ആണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ദെൻ എസ്പെഷ്യലി മൈനോറിറ്റീസിന് ഒരുപാട് ഫ്രീഡംസ് കൊടുക്കുന്നുണ്ട്. എനി മൈനോറിറ്റി ഓർ റിലീജിയസ് കമ്മ്യൂണിറ്റി ക്യാൻ സെറ്റപ്പ് ആൻഡ് അഡ്മിനിസ്റ്റർ ഇറ്റ്സ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു പ്രിസർവ് ആൻഡ് ഡെവലപ്പ് ദെയർ ഓൺ കൾച്ചർ. ഇപ്പോൾ ഇതുപോലത്തുള്ള മൈനോറിറ്റീസിന് വേണ്ടിയിട്ട് അവർക്ക് സ്വന്തമായിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സെറ്റപ്പ് ചെയ്യാം. അതിൻ്റെ ബേസിസിലാണ് ദർ ആർ മെനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ഇൻ റിലീജിയസ് ബേസ്ഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റി ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലേ. But here the right is given to the administration, but the right to administration does not mean that the state cannot interfere in case of administrations. So ഇങ്ങനത്തെ ഫ്രീഡം ഈ ഓരോരോ കമ്മ്യൂണിറ്റിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും സ്റ്റേറ്റ് ഹാസ് ഓൾ ദ ഫ്രീഡം ടു ഇന്റർഫിയർ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഇപ്പോൾ ഈവൻ ഒരു അൺഎയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോലും അവിടെ മെറിറ്റോറിയസ് സ്റ്റുഡൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല ബേസ്ഡ് ഓൺ ദിസ് ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻസ്. അപ്പോൾ അതും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. So, right to constitutional remedies empowers the citizen to move to a court of law in case of any denial of the fundamental rights. അപ്പോൾ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് പാലിക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ അതിൽ എങ്ങനെയെങ്കിലും രീതിയിൽ ഡിനൈ ചെയ്യുകയാണെങ്കിൽ he can go to the citizen can go to the court. So he will get all the protection from the side of the law, okay, from the side of the judiciary. Okay, അപ്പോൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് പക്ഷേ ഇതിലൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് വിൽ ബി സസ്പെൻഡഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് അറ്റ് ദ ടൈം ഓഫ് നാഷണൽ എമർജൻസി. whenever national emergency is declared, it will be suspended. ഓക്കെ, താൽക്കാലികമായിട്ട് അത് സസ്പെൻഡ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഈ സിറ്റിസൺ ഹാസ് കമ്മിറ്റഡ് എനി ഒഫൻസ് ഓർ എനി ക്രൈം, ദെൻ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നും അവനത് ബാധകമല്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ കമ്മിങ് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. ആർട്ടിക്കിൾ 20 പറയുന്നതാണ് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 20 നോ വൺ ക്യാൻ ബി അവാർഡഡ് പണിഷ്മെന്റ് വിച്ച് ഇസ് മോർ ദാൻ വാട്ട് അവർ ലോ പ്രിസ്ക്രൈബ്സ്. അപ്പോൾ തന്നെയാണ് ഈ ടേംസ് ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. നിയമം പറയുന്ന അല്ലെങ്കിൽ ആർട്ടിക്കിൾ 20 അതാണ് പറയുന്നത്, നിയമം പറയുന്ന എന്താണോ പണിഷ്മെന്റ് അതിൽ കൂടുതൽ കൊടുക്കാനില്ല പവർ സ്റ്റേറ്റിനില്ല. നെക്സ്റ്റ് കംസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അല്ലെങ്കിൽ ചിലപ്പോൾ DPSP എന്നുള്ള ഷോർട്ട് ഫോമിൽ അത് ചോദിക്കാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അത് സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെ മീൻസ് സ്റ്റേറ്റിൻ്റെ എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. The directive principles of state policy of India are guidelines or principles given to the institutes governing the state of India. സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഗവൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒരുപാട് ബോഡീസ് ഉണ്ടല്ലേ, ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ബോഡീസ്. സോ അതിന് വേണ്ട ആ ഗവേണൻസിന് വേണ്ട ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഒക്കെ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. The directive principles of state policy are enumerated in Part 4 of the Constitution of India from Article 36 to Article 51. Article 36 to Article 51 is dealing with the directive principles of state policy, and it is in the Part 4 of the Constitution. The framers of the Constitution borrowed this idea from the Irish Constitution. The framers of the Constitution borrowed this idea from the Irish Constitution ആണ് ഈ ഒരു ഐഡിയ എടുത്തിട്ടുള്ളത്. ഓക്കെ, then the directive principle of state policy along with the fundamental rights contain the philosophy of the Constitution and is the soul of the Constitution. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇതാണ് മെയിനായിട്ട് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്, പക്ഷെ ഇത് രണ്ടുമാണ്. ഒന്നെന്ന് വെച്ചാൽ എന്താണ്, ഒന്ന് വെച്ചാൽ സിറ്റിസൺസ് വേണ്ട റൈറ്റ്സ് അല്ലെ, അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന ഫ്രീഡം ആണ്. രണ്ടാമത്തത് സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോളിസി പ്രിൻസിപ്പിൾസിനുള്ള ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എയിം ടു ക്രിയേറ്റ് എന്താണ് സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ കണ്ടീഷൻസ് അണ്ടർ വിച്ച് സിറ്റിസൺ ക്യാൻ ലീഡ് എ ഗുഡ് ലൈഫ്. So they are intended to create
Actually, it is a guidelines or a policy which aims to create social and economic conditions under which a citizen can lead to a good life. They also aim to establish social and economic democracy through a welfare state. So there are certain features of the DPSP, that is Directive Principle of State Policy. അപ്പോൾ ഒരു 3 to 4 features ഉണ്ട്. First one, Directive Principle of State Policy denotes the ideals that the state should keep in mind while formulating policies and enacting laws. So സ്റ്റേറ്റ് പുതിയതായിട്ടുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർ പാലിക്കപ്പെടേണ്ട ചില ഗൈഡ് ലൈൻസ് ആണ് ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ആ ആർട്ടിക്കിൾസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദീസ് ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കമെൻഡേഷൻസ് ടു ദ സ്റ്റേറ്റ് ഇൻ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. അപ്പോൾ സ്റ്റേറ്റിന് വേണ്ട റെക്കമെൻഡേഷൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, ഇന്ന പോലെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ ലെജിസ്ലേറ്റീവിലായാലും എക്സിക്യൂട്ടീവിലായാലും അഡ്മിനിസ്ട്രേറ്റീവിലായാലും ഉള്ള ഗൈഡ് ലൈൻസ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. Then second feature is the directive principle of state policy is similar to instrument of instructions specified in the Government of India Act 1935. Okay, so directive principle of state policy is similar to the instrument of instructions നമ്മൾ നോക്കുന്നതാണ് പിന്നീട്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന് സിമിലർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിലുള്ളത്. So, instrument of instructions were issued to the Governor General and to the governors by the British government under Government of India Act 1935. But directive principles of state policy are the instruction to the legislature and the executive. Okay. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞാൽ 1935 ഇന്ത്യ ആക്ട് പ്രകാരമുള്ള ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. അത് അന്നത്തെ ഗവർണർ ജനറൽ, ഗവർണേഴ്സ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആൻഡ് നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അവർ നൽകിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് അന്നത്തെ ഗവർണർ ജനറലിന് ഇഷ്യൂ ചെയ്ത ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് അന്നത്തെ ഗവർണർ ജനറലിനും ബാക്കിയുള്ള സ്റ്റേറ്റ് ഗവർണേഴ്സിനും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസും ആയിട്ട് സിമിലാരിറ്റി ഉണ്ട് ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ദെൻ ഫീച്ചേഴ്സ്, തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി കോൺസ്റ്റിറ്റ്യൂട്ട് എ കംപ്ലീറ്റ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രോഗ്രാം ഫോർ എ മോഡേൺ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്ത ഗൈഡ് ലൈൻസ് പറയുന്നത് എന്താണ്, ഈ പറയുന്ന എന്താണ് സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ ഇല്ല, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയപരമായിട്ടും ഇല്ല, എന്താണ് എല്ലാ കാര്യങ്ങളും എല്ലാ പരിപാടികളും അതിനു വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് ആണ്. സോ ഇൻ ഓർഡർ ടു ഇത് എയിം ഈസ് ടു ഫോം എ മോഡേൺ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്, ഒരു മോഡേൺ ജനാധിപത്യ രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പോളിസി ഫ്രെയിമിങ്ങിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് അതാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ എന്തിൻ്റെയൊക്കെ വരും, അതിൽ എക്കണോമിക്കൽ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രോഗ്രാംസിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് അതിന്റെ എയിമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു മോഡേൺ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്. സോ ഇത് എയിം ഓർ ഇറ്റ് സീക്സ് ടു എസ്റ്റാബ്ലിഷ് ആൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസി ഇൻ ദ കൺട്രി. സോ അതാണ് അതിൻ്റെ ഒരു തേർഡ് ഫീച്ചർ ആയിട്ട് വരുന്നത്. ദെൻ വൺ ഫീച്ചർ ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഇസ് നോൺ justiciable in nature. It means that there are no legally enforceable by the court for their violation. They are not legally enforceable by the court by their violation. Therefore, the central government, state government and local governments cannot be compelled to implement them. അപ്പോൾ അതൊന്നും കമ്പൽ ചെയ്യാൻ വേണ്ടി, അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി, കമ്പൽ ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നതാണ് ഇതുകൊണ്ട് നോൺ ജസ്റ്റിഷ്യബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, the constitution does not contain any classification. Next one is the directive principles, അല്ലെങ്കിൽ ഈ ഡയറക്റ്റീവ്സ്, ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസീസിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ്. അതായത് there are no such classification for this directive principles of state policy. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. ആക്ച്വലി അതിൽ ഒരുപാട് ആർട്ടിക്കിൾസ് ആണ്, ആർട്ടിക്കിൾസ് തന്നെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ വി ക്യാൻ ഗ്രൂപ്പ് ദ ആർട്ടിക്കിൾസ്. ഈ ആർട്ടിക്കിൾസിനൊക്കെ ഗ്രൂപ്പ് ചെയ്ത് അതിനൊക്കെ ഒരു താൽക്കാലികമായിട്ട് ഒരു പേര് കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ there is no classification for the directive principles of state policy. Okay, so based on the content in the articles, ഈ പറയുന്ന ആർട്ടിക്കിൾസിലെ കണ്ടന്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻസ് നോക്കിയിട്ട് they can be classified into the following 3.
അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണമായിട്ട് ക്ലാസ് ചെയ്തു. ഒന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, സെക്കൻഡ് വൺ ഇസ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, തേർഡ് വൺ ഇസ് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഇങ്ങനെ മൂന്നെണ്ണമായിട്ടാണ് ക്ലാസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, രണ്ടാമത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, തേർഡ് വൺ ഇസ് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഇപ്പോൾ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിൽ ഒരുപാട് ആർട്ടിക്കിൾ 38 തൊട്ട് കുറേ ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. സോ ദീസ് പ്രിൻസിപ്പിൾസ് റിഫ്ലക്ട് ദ ഐഡിയോളജി ഓഫ് സോഷ്യലിസം. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്താണ്? ദേ റിഫ്ലക്ട് ദ ഐഡിയോളജി ഓഫ് സോഷ്യലിസം. They lay down the framework of a democratic socialistic state aiming to provide social and economic justice. അപ്പോൾ ഈ പറയുന്ന സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഈ പറയുന്ന ആർട്ടിക്കിൾസ് they direct the state for certain things. They set the path towards welfare state and they direct the state for certain things. എന്താണ്? വൺ ബൈ വൺ നോക്കാം. ഫസ്റ്റ് വൺ, അതൊരു ആർട്ടിക്കിളാണ് ഈ പറയുന്നത്. ബൈ പ്രൊമോട്ടിംഗ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ബൈ സെക്യൂറിംഗ് എ സോഷ്യൽ ഓർഡർ ഇൻഫ്യൂസ്ഡ് ബൈ സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആൻഡ് ടു മിനിമൈസ് ഇനിക്വാലിറ്റീസ് ഇൻ ഇൻകം, സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കിയ നമ്മളുടെ റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്ന സെയിം കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ ഈക്വലി എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, സോ the promotion of the welfare of the people by securing certain things. ഓക്കെ, അപ്പോൾ സോഷ്യൽ ഓർഡർ, ഇപ്പോൾ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ് നോക്കുന്നത്, നമ്മൾ ആ ആർട്ടിക്കിൾസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ ഓർഡർ എല്ലാ കാര്യത്തിലും നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാമൂഹിക നീതി എല്ലാ കാര്യത്തിലും നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യമാണ് പറയുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ് ഇൻ സോഷ്യൽ ജസ്റ്റിസ് അല്ലെ, അല്ലെങ്കിൽ എക്കണോമിക് ജസ്റ്റിസ്, ദെൻ പൊളിറ്റിക്കൽ ജസ്റ്റിസ്, then there should be minimize the inequalities in income. അത് നമുക്കൊരു പരിധി വരെ മാത്രമേ പറയാൻ വേണ്ടി പറ്റുമല്ലോ. ഇൻകം എന്ന് പറയുന്നത് മിനിമം വേതനം എല്ലാവർക്കും കൊടുക്കുക എന്ന കാര്യത്തിൽ നമുക്കൊരു പോളിസി ഉണ്ടാകാം. അല്ലാണ്ട് എല്ലാവർക്കും ഒരേ സാലറി എന്ന രീതിയിലേക്കല്ല അത്. സോ മിനിമൈസ് ഇനീക്വാലിറ്റീസ് ഇൻ ഇൻകം. അപ്പോൾ ഇതിൽ വരുന്ന ഇനീക്വാലിറ്റീസിനെ മിനിമൈസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ മിനിമൈസ് ഇനീക്വാലിറ്റീസ് ഇൻ സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അപ്പോൾ അതിലുള്ള ഇനീക്വാലിറ്റീസ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദീസ് ഓൾ ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദി ആർട്ടിക്കിൾ 38 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ടു സെക്യൂർ ദ റൈറ്റ് ടു എഡ്യൂക്കേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ടു ഓൾ സിറ്റിസൺസ്. അപ്പോൾ എല്ലാവർക്കും ലൈവ്ലിഹുഡ് പ്രോപ്പർ ആക്കുക, അല്ലെങ്കിൽ എല്ലാവർക്കും അതായത് ജീവിക്കാൻ വേണ്ട മിനിമം വേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് നൽകി കൊടുക്കുക എന്നുള്ള കാര്യം. ദി ഇക്വറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഫോർ ദ കോമൺ ഗുഡ്. അത് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള കോൺസെൻട്രേഷൻ ഓഫ് വെൽത്തിൻ്റെ ഒക്കെ പ്രിവെൻഷൻസ്, ഇപ്പോൾ ഈക്വൽ പേയ്മെൻറ്റ്, ഈക്വൽ പേ ഫോർ സിമിലർ ജോബ്സ്, അല്ലെങ്കിൽ ഈക്വൽ പേ ഫോർ മെൻ ആൻഡ് വുമൺ. അപ്പോൾ അങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻസ് ഒഴിവാക്കുക. പ്രിസർവേഷൻ ഓഫ് ദ ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് വർക്കേഴ്സ്, ദി പ്രിവെൻഷൻ ഓഫ് ദി ഫോഴ്സിബിൾ അബ്യൂസസ്, ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ സെക്യൂർ ചെയ്യുക എന്നതുമാണ് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ആർട്ടിക്കിൾസിൻ്റെ എല്ലാം എയിം. അതിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് ആർട്ടിക്കിൾസ് വരുന്നുണ്ട് ഈ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസിൽ. ടു പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ. ഓക്കെ, ദാറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ആർട്ടിക്കിൾ 39. ടു സെക്യൂർ ദ റൈറ്റ് ടു വർക്ക്, ടു എഡ്യൂക്കേഷൻ ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒക്കെ സെക്യൂർ ചെയ്യുക എന്നുള്ള കാര്യം. ടു മേക്ക് പ്രൊവിഷൻ ഫോർ ജസ്റ്റ് to secure these things like the provision for humane conditions of work and maternity relief. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളത്. ടു സെക്യൂർ എ ലിവിംഗ് വേജ്, എ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ വർക്കേഴ്സ്. ആർട്ടിക്കിൾ 43. ടു ടേക്ക് സ്റ്റെപ്സ് ടു സെക്യൂർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പോൾ അതിലുള്ള പാർട്ടിസിപ്പേഷൻ, അതിൽ ഇൻവോൾവ്മെന്റിന് കൂടിയുള്ള ഫ്രീഡം കൊടുക്കുക, അതിനുള്ള മെഷേഴ്സ് എടുക്കുക എന്നുള്ള കാര്യം. ടു റേസ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് പീപ്പിൾ ആൻഡ് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബൈ സെന്റൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ആർട്ടിക്കിൾസ് ആണ് ഈ കാണുന്നതൊക്കെ. ആർട്ടിക്കിൾ 39A
അപ്പോൾ ഈ 39A എന്നൊക്കെ പറയുന്നത് പിന്നീട് അമെൻമെന്റ് വരുന്ന ആർട്ടിക്കിൾ, അതിൽ വന്ന ചേഞ്ചസ് ആണ് 39A ഒക്കെ വെച്ചിട്ട് അങ്ങനെ പറയുന്നത്, ആൽഫബറ്റിക് വെച്ചിട്ട്. അതുപോലെ ആർട്ടിക്കിൾ 43A ഒക്കെ. അതുപോലെ തന്നെ ലാസ്റ്റ് ആർട്ടിക്കിൾ 47 പറയുന്നത് ടു റേസ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് പീപ്പിൾ ആൻഡ് ടു ഇംപ്രൂവ് ദ പബ്ലിക് ഹെൽത്ത് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സോഷ്യൽ ലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് കാറ്റഗറി കുറച്ച് ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. അതിലെന്താന്ന് പറയുന്നത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ് സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ഈ ആർട്ടിക്കിൾസ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല ആക്ച്വലി ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ബട്ട് ബേസ്ഡ് ഓൺ ദീസ് ദ നേച്ചർ ആൻഡ് ദി പ്രിൻസിപ്പിൾസ് പുട്ട് ഫോർവേഡ് ബൈ ദീസ് ആർട്ടിക്കിൾസ് വി ക്യാൻ group it into three sections. ഇതിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്, സെക്കൻഡ് വൺ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. സോ ഇൻ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, ദീസ് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ ഗാന്ധിയൻ ഐഡിയോളജി. നേരത്തെ സോഷ്യലിസ്റ്റ് ഐഡിയോളജി ആയിരുന്നു. In order to fulfill the dreams of Gandhi, some of his ideas were included as directive principles of state policies. അത് വന്നതുകൊണ്ടാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഐഡിയാസും കൂടി ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസും കൂടി ഉണ്ട് അല്ലേ. സോ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്? ഇറ്റ് റിക്വയർ ദ സ്റ്റേറ്റ് ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത് ആൻഡ് പ്രൊവൈഡ് ദം വിത്ത് നെസസറി പവേഴ്സ് ആൻഡ് അതോറിറ്റീസ് ടു എനാബിൾ ദം ടു ഫംഗ്ഷൻ ആസ് യൂണിറ്റ്സ് ഓഫ് സെൽഫ് ഗവൺമെന്റ്. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ തുടങ്ങി, പഞ്ചായത്തിന് ഒരുപാട് അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ആർട്ടിക്കിൾ 40 പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ടു പ്രൊമോട്ട് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഓൺ ആൻ ഇൻഡിവിജ്വൽ ഓർ കോർപ്പറേഷൻ ബേസിസ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസ് ഡെവലപ്മെന്റ് ഭാഗമായിട്ട് ഒരുപാട് കോട്ടേജ് ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോഷൻസ് നടന്നു. ഓക്കെ, അതൊക്കെ ആർട്ടിക്കിൾ 43 പറയുന്നത്. ടു പ്രൊമോട്ട് വോളണ്ടറി ഫോർമേഷൻ, ഓട്ടോണമസ് ഫംഗ്ഷനിങ്, ഡെമോക്രാറ്റിക് കൺട്രോൾ ആൻഡ് പ്രൊഫഷണൽ മാനേജ്മെന്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ്. അപ്പോൾ അതൊക്കെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിന്റെ ഭാഗമായിട്ട് വരുന്ന, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് മാത്രമല്ല ഒരുപാട് പേരുടെ ഉണ്ട്, പക്ഷെ നമ്മൾ ആ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതിനെല്ലാം ഗാന്ധിയൻ ഐഡിയോളജീൻ്റെ ഭാഗമായിട്ട് വരുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 43B പറയുന്നത്. To promote the education and economic interest of SC, STs and other weaker sections of the society and to protect them from social injustice and exploitation. So, to protect the ഇതുപോലത്തെ വീക്കർ ആയിട്ടുള്ള സെക്ഷൻസ് അല്ലെങ്കിൽ അപ്പോൾ അവരെ സോഷ്യൽ ഇൻജസ്റ്റിസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും ഇതുപോലത്തെ ഡിസ്ക്രിമിനേഷൻസ് നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലേ. സോ അതിൻ്റെ പ്രൊമോഷൻസ്. So to what we have to do for we have to frame policies for the economic interest of these group of peoples like SC and STs, and to promote the educational to improve their educational values and economic interest of these people. അപ്പോൾ അതൊക്കെയാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 46 വരുന്നത്. Then to prohibit the consumption of intoxicating drinks and drugs which are injurious to health. അപ്പോൾ അതിൻ്റെ നിരോധനം, പ്രൊഹിബിഷൻ ആണ്. അതിൻ്റെ കൺസംഷൻ്റെ ഒഴിവാക്കുക എന്ന കാര്യമാണ് ആർട്ടിക്കിൾ 47 പറയുന്നത്. To prohibit the slaughter of cows, calves and other milk and draught cattle and to improve their breeds. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊഹിബിറ്റ് ചെയ്യുക. ഏത്? ഇതിൻ്റെ സ്ലോട്ടർ ഓഫ് കൗസ്, കാവ്സ് ആൻഡ് അതർ ഡ്രോട്ട് കാറ്റിൽസ്. ഓക്കെ, അതിൻ്റെ ബ്രീഡിങ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതിനെ സ്ലോട്ടർ ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ള കാര്യമാണ് ആർട്ടിക്കിൾ 48 പറയുന്നത്. ദീസ് ആർ കമ്മിങ് അണ്ടർ ദ ഗാന്ധിയൻ ഫിലോസഫി ഓർ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. സോ അത് ബേസ് ചെയ്തിട്ട് കുറേ ആർട്ടിക്കിൾസ് ആണ് അതിൽ വരുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സെപ്പറേറ്റ് ചോദിക്കാം. അപ്പോൾ ഈ 3 ഗ്രൂപ്പ്സ് ഉണ്ട്. തേർഡ് വൺ ഇസ് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ 3 ഗ്രൂപ്പ്സിലുമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ആർട്ടിക്കിൾസ് എല്ലാം എന്താണ് ആർട്ടിക്കിൾസ് എന്ന് ഈച്ചും, അതായത് 1 or 2 സെന്റൻസിൽ ഈച്ച് ആർട്ടിക്കിൾസ് എന്താണെന്ന് പറയുന്ന കാര്യം എഴുതണം. The principle included in this category, that is liberal intellectual principles, a third category. In this category represents the ideology of liberalism. അപ്പോൾ ഇവിടെ ഒരു ഫ്രീഡം, ഒരു ലിബറലിസം ഐഡിയോളജി പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് എല്ലാം ഗ്രൂപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് എന്നുള്ള ഗ്രൂപ്പിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്? സോ ദിസ് ടൈപ്പ് ഓഫ് ഡയറക്ട് ദ സ്റ്റേറ്റ്, ദിസ് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് ഡയറക്ട് ദ സ്റ്റേറ്റ് ടു സെക്യൂർ ഫോർ ഓൾ സിറ്റിസൺസ് എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ കൺട്രി. അപ്പോൾ എല്ലാവർക്കും ഒരു യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ കൺട്രി, എല്ലാവരും സെയിം കോഡ് ഷുഡ് ബി യൂണിഫോംലി നമ്മൾ പാലിക്കേണ്ട സെയിം സിവിൽ കോഡാണ് എന്ന കാര്യം ആർട്ടിക്കിൾ 44 പറയുന്നത്. ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ്
കെയർ. അപ്പോൾ ഈ സെയിം സിവിൽ കോഡ് പറയുന്നത് ഇപ്പോൾ കാശ്മീരിൽ പോയാലും കന്യാകുമാരി പോയാലും വേറെ ഗുജറാത്തിൽ പോയാലും നമ്മൾ പാലിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ടല്ലേ, നിയമപരമായിട്ട് നമ്മൾ നോക്കണം. സെയിം ആയിരിക്കും എല്ലായിടത്തും ഈ പറയുന്ന റൂൾ. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഒക്കെ നമ്മൾ സെയിം ആണ് എല്ലായിടത്തും ഉള്ളത്. ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അൺടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years. ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം അല്ലേ, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് വേറൊരു ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത് അല്ലേ. അത് ദെൻ ടു ഓർഗനൈസ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി ഓൺ മോഡേൺ ആൻഡ് സയൻറ്റിഫിക് ലൈൻസ്. അപ്പോൾ ഈ പറയുന്ന അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ അനിമൽ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള അതിനെ ഓർഗനൈസ് ചെയ്യുക, ആ സെക്ടറിനെ ഓർഗനൈസ് ചെയ്യുക അല്ലേ. അഗ്രികൾച്ചർ ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് അനിമൽ ഹസ്ബൻഡറീസ് ലൈക്ക് പോൾട്രി ഫാംസ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ബാക്കിയുള്ള എന്താണ് ഈ ബ്രീഡിങ്സ് ഓഫ് ദീസ് ടൈപ്പ് ഓഫ് അനിമൽസ്. അപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടി സയൻറ്റിഫിക് ആയിട്ട് അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇതിൽ വരുന്നത്. ദെൻ ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിനെ സേഫ് ഗാർഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷൻസ് ത്രൂ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. അതാണ് അടുത്ത് പറയുന്നൊരു പോയിന്റ്, ഈ ഒരു ഗ്രൂപ്പിൽ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു പോയിന്റ്. To protect monuments, places and objects of artistic or historic interest which are declared to be of national importance. നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത ഇതുപോലുള്ള മോണുമെന്റ്സ്, ഒബ്ജക്ട്സ്, ആർട്ടിക്കിൾസ്, ആർട്ടിസ്റ്റിക്സ് ഓർ ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റുള്ള ഇതുപോലത്തുള്ള കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക കാര്യം. ടു സെപ്പറേറ്റ് ദ ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ് ഇൻ പബ്ലിക് സർവീസ് ഓഫ് സ്റ്റേറ്റ്. ജുഡീഷ്യറിനും എക്സിക്യൂട്ടീവിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണുക, ആ ഒരു കാര്യം. ദെൻ ടു പ്രൊമോട്ട് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് മെയിൻറ്റെയിൻ justice and honorable relation between nations. To promote respect for international law and treaty obligations and to encourage settlement of international disputes by negotiations. അപ്പോൾ ഇന്റർനാഷണൽ ട്രീറ്റീസിനെ അല്ലെങ്കിൽ അവിടെ ഇന്റർനാഷണൽ ലോസിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇതുപോലുള്ള നെഗോഷിയേഷൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ ചില നെഗോഷിയേഷൻസിൽ തയ്യാറാകുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾ 51 പറയുന്നത്. ഓക്കെ, സോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സെക്യുലർ ഒരു നേഷൻസ് അപ്പോൾ രാജ്യങ്ങൾ തമ്മിലൊരു സെക്യുലറിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നല്ലൊരു ഹോണറബിൾ റിലേഷൻ ഉണ്ടാക്കുക രാജ്യങ്ങൾ തമ്മിൽ എന്ന കാര്യം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വരുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസിയിലും ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, 3-4 ഫീച്ചേഴ്സ് ആർ ദർ അല്ലേ. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദിസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ അത് ദർ ഇസ് നോ സച്ച് ക്ലാസിഫിക്കേഷൻ, ബട്ട് വി ഹാവ് ഗ്രൂപ്പ്ഡ് ഇൻടു 3 classification like socialistic principles, then Gandhian principles, then the intellectual principles അല്ലെങ്കിൽ liberal intellectual principles കൊണ്ട് ക്ലാസിഫൈ ചെയ്തു. പിന്നെ അതുകൂടാണ്ട് there are many criticisms of the directive principles of the state policy. Okay, and also there are certain sanction ഉണ്ട്, അതിൻ്റെ പുറകിൽ sanction behind directive principles of state policy ഉണ്ട്. First one, we know that directive principles of state policy are non-justiciable in character. നമ്മൾ ഓൾറെഡി നോക്കി അത്. ബട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് ദീസ് പ്രിൻസിപ്പിൾസ് ആർ ഫണ്ടമെന്റൽ ഇൻ ദ ഗവർണൻസ് ഓഫ് ദ കൺട്രി ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓർ ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു അപ്ലൈ ദീസ് പ്രിൻസിപ്പിൾസ് ഇൻ മേക്കിംഗ് ലോസ്. അപ്പോൾ പുതിയ നിയമം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിനോ സ്റ്റേറ്റിനോ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സാങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ദ ഫ്രെയിമേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മെയ്ഡ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഫ്രെയിമിംഗ് ഉള്ളത്. പക്ഷെ അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ബിക്കോസ് ഒന്ന് വെച്ചാൽ ദ കൺട്രി ഡിഡ് നോട്ട് പൊസസ് സഫിഷ്യൻറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ഇംപ്ലിമെന്റ് ദം. ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്ന രാജ്യത്തിന് വേണം അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ചില കണ്ടീഷൻസിൽ. സോ ഇപ്പോൾ ഡിഡ് നോട്ട് പൊസസ് സച്ച് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അപ്പോൾ അതാണ് ഒരു കാര്യം. അത് എന്താണ് ഇങ്ങനെ നോൺ ജസ്റ്റീഷ്യബിളും അല്ലെങ്കിൽ ലീഗലി അത് നോൺ എൻഫോഴ്സബിൾ ആണ്. അതിനുള്ള റീസൺസാണ് പറയുന്നത്.
ദെൻ വൺ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് വാസ്റ്റ് ഡൈവേഴ്സിറ്റി അല്ലേ. സോ ഇൻ ഓർഡർ ടു ദി പ്രസൻസ് ഓഫ് ദിസ് വാസ്റ്റ് ഡൈവേഴ്സിറ്റി ആൻഡ് ബാക്ക്വേർഡ്നെസ് ഇൻ ദ കൺട്രി വുഡ് സ്റ്റാൻഡ് ഇൻ ദ വേ ഓഫ് ദർ ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഡൈവേഴ്സ് നേച്ചറിനെ അത് ഒരു പരിധി കൂടുതൽ ചിലവ് ബാധിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അത് എൻഫോഴ്സ് ചെയ്യുന്നില്ല, സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചില സാങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇത് സാങ്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അഗെയിൻ these directive principles also they are subjected to certain criticisms. അപ്പോൾ ഈ DPSP എന്ന് പറയുന്ന ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പോളിസി ഒരുപാട് ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് വൺ ഈസ് നോ ലീഗൽ ഫോഴ്സ്. അപ്പോൾ ഈ ചില ഗ്രൗണ്ട്സ് ഇല്ലാന്ന് അത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പോളിസി ഹാസ് ബിൻ ക്രിട്ടിസൈസ്ഡ് മെയിൻലി ബിക്കോസ് ഓഫ് ദർ നോൺ ജസ്റ്റീഷ്യബിൾ ക്യാരക്ടർ. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെ അപ്പോൾ ഒരുപാട് അതിന് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഇല്ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് ബിക്കോസ് അത് പ്രോപ്പർലി ക്ലാസിഫൈ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് ക്ലാസിഫൈഡ് പ്രോപ്പർലി. നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ ആക്കിയിട്ട് പഠിച്ചു എന്നേ ഉള്ളൂ. ആക്ച്വലി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് നോട്ട് ക്ലാസിഫൈഡ് പ്രോപ്പർലി. ദെൻ അതിന് കൺസർവേറ്റീവ് നേച്ചറാണ് വേറെ ക്രിറ്റിസിസം. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഫ്ലിക്ട്സ് ഉണ്ട് അതിൽ, അതാണ് അതിൻ്റെ വേറൊരു പ്രശ്നം. അപ്പോൾ ദീസ് ആർ ദ സർട്ടിൻ criticism against this classification against this directive principles. അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.